എല്ലാ ഭാഷയിലും തെലുങ്കിലും ഹിന്ദി മറ്റേ കന്നഡയിലൊക്കെ പാടിയിട്ടുണ്ടല്ല. എല്ലാവരും പറയുന്നത് ഡിക്ഷൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിൽ അതുകൊണ്ടാണ് പാട്ട് തമിഴ് സംസ്ഥാന അവാർഡ് കിട്ടി. രാസാത്തി ഉന്നേ എന്നുള്ള പാട്ട് ഇപ്പോഴും തമിഴന്മാർക്ക് ഒരു ഹരമാണ്. ജയേട്ടനെ നമ്മൾ ഭാവഗായകൻ എന്ന് വെറുതെ വിളിക്കുന്നതല്ല, അത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു നാമമാണ് അദ്ദേഹത്തിന്, വിശേഷണമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർദ്രമായിട്ടുള്ള ഗാനങ്ങൾ ഭാവത്തോടെ പാടുക, അല്ലെങ്കിൽ ശോക ഗാനങ്ങൾ പാടുക, ഭക്തി ഗാനങ്ങൾ പാടുക, ഇങ്ങനെയുള്ള ഭാവം കൂടുതൽ കൊടുക്കേണ്ട പാട്ടുകൾക്ക് ഭാവം കൊടുക്കുക മാത്രമല്ല, ഇപ്പോൾ ജനിച്ച് വീണ കുട്ടികൾക്ക് വേണ്ടി പാടിയാലും, അതേപോലെ യങ് ജനറേഷന് വേണ്ടിയുള്ള ഇപ്പോഴത്തെ ടൈപ്പ് പാട്ട് പാടിയാലും, എത്ര അടിപൊളി പാട്ട് പാടിയാലും, ഫോക്ക് പാടിയാലും, എന്തെല്ലാം പറയും, ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, എന്ത് പാടിയാലും അതിൻ്റെ ഭാവത്തിൻ്റെ അങ്ങേയറ്റം, അതിൻ്റെ പെർഫെക്ഷൻ്റെ അങ്ങേയറ്റം പാടാൻ കഴിവുള്ള ആളാണ്. ദാസേട്ടൻ്റെ ഷഷ്ടി പൂർത്തിയുടെ പ്രോഗ്രാമിൻ്റെ കണ്ടക്റ്റിംഗ് ഞങ്ങളാണ് ഏൽപ്പിച്ചത്, അന്ന് നായനാർ സർക്കാർ. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. വലിയൊരു ഓർക്കസ്ട്ര നിര തന്നെയുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഉള്ള ഒത്തിരി ഗായകരും കൂടെ പാടാൻ വരുന്നുണ്ട്. എല്ലാവരും ചേർന്ന് 2-3 ദിവസത്തെ ഫുൾ ഡേ പ്രാക്ടീസാണ്. 3-ാമത്തെ ദിവസം വൈകുന്നേരമായപ്പോഴാണ് ജയേട്ടൻ വരുന്നത്. അപ്പോൾ സത്യത്തിൽ മ്യൂസീഷ്യൻസും ഞങ്ങളെല്ലാവരും ടയർഡായി. പിന്നെ ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥയില്ല. ജയേട്ടൻ വന്നു നിന്നു. അപ്പോൾ എല്ലാവരുടെ മുഖമൊക്കെ ഒന്ന് മാറി,